കേരളത്തിൽ അഴിച്ചുപണിക്കൊരുങ്ങി ബി.ജെ.പി. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതിച്ഛായയും കുലവും ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷ. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെ സംസ്ഥാനത്തെ പാർട്ടിയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലയിലേക്ക് പൂർണ്ണമായി കടക്കുന്നതോടെ അടുത്ത ആഴ്ച പുനഃസംഘടനയുൾപ്പെടെയുള്ള വിഷയം ചർച്ച ചെയ്യാൻ കോർ കമ്മിറ്റി ചേരുമെന്നാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന. രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സംഘത്തെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ പുതിയ ഭാരവാഹികൾ ഉണ്ടാകാനും സാധ്യതയേറെയാണ്. ഒരു സംഘാടന കാര്യങ്ങൾക്കായി ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറിയും നിയോഗിച്ചേക്കും. എന്നാൽ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുക്കേണ്ടി വരും. മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു ഇടവേളയ്ക്ക് ശേഷം ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നായർ സമുദായത്തിന് ലഭിച്ചു. ഈ നടപടി ഒ.ബി.സി. വിഭാഗങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നു എന്നതിന് അർത്ഥമില്ല. ഒ.ബി.സി. നേതാക്കൾ പാർട്ടിയുടെ ഉന്നത തലത്തിൽ എത്തിയിട്ടും ഈ വിഭാഗങ്ങളിൽ ബി.ജെ.പി. കാര്യമായ മുന്നേറ്റം കൈവരിക്കാൻ പാടുപെടുകയാണുണ്ടായത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി ശ്രേണി വ്യവസ്ഥ പ്രധാന വിഷയം തന്നെയായി. എല്ലാ ജാതികളുടെയും സമുദായങ്ങളുടെയും അംഗീകാരം നേടണമെങ്കിൽ ഉയർന്ന ജാതി പശ്ചാത്തലം ഒരു അനിവാര്യമാണ്, മുതിർന്ന ബി.ജെ.പി. നേതാവ് പറയുന്നു. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസംഗം എസ്.എൻ.ഡി.പിയെയും ഈഴവ സമുദായത്തെയും ഒപ്പം നിർത്തും എന്നതിന്റെ സൂചനയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാരോഹണത്തോട് എസ്.എൻ.ഡി.പി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അനുകൂലമായാണ് പ്രതികരിച്ചത്. ബി.ഡി.ജെ.എസ്. രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇതിനു പുറമെ എൻ.എസ്.എസുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും പുതിയ പ്രസിഡന്റിന് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് ബി.ജെ.പി. നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും. കേരളത്തിൽ വളർന്നുവരുന്ന മധ്യവർഗവും യുവാക്കളുമാണ് ബി.ജെ.പി. പ്രതീക്ഷ പുലർത്തുന്നത്. ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പാക്കുക എന്നതിന് പുതിയ തന്ത്രങ്ങൾ ആവശ്യമാണ്. ബി.ജെ.പി. ദേശീയ നേതാവ് ഇങ്ങനെ പറഞ്ഞു: ഇത്തരത്തിലുള്ള മധ്യവർഗങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവിനായുള്ള എല്ലാ ഗുണങ്ങളുമുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരനെന്നും നേതാക്കൾ പറയുന്നുണ്ട്. കേരളത്തിലെ മധ്യവർഗത്തിന് CPM-നോട് താല്പര്യം കുറവാണ്. എന്നാൽ ഇവരിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്ത് സജീവവുമാണ്. തൃശൂർ ഒഴികെയുള്ള മേഖലകളിൽ ബി.ജെ.പിക്കുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണയും പരിമിതമാണ്. മുസ്ലിം വിഭാഗത്തിൽ സ്വാധീനം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന മുഖത്തിന് കഴിയും. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. പ്രത്യയശാസ്ത്രമുള്ള ആളല്ല എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരാമർശം പോലും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. നേതാക്കൾ.